Thank you, Lord. Hallelujah. One more time, everybody. Hallelujah. Lift your voices. Come on. Yes. Sing it. Sing it out. Oh, we worship you. Hallelujah. Ralma sekera bol kosba hashanda. Hallelujah. 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 Thank you, Father. Worship you, Lord. Thank you, Jesus. Thank you, Father. Father, we give you glory and honor. പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് മഹത്വവും മാനവും അർപ്പിക്കുന്നു. Everyone present here is totally under the control of the Holy Spirit. ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവേ അങ്ങയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. Jesus is the center of attraction. ഇന്നത്തെ ഞങ്ങളുടെ ശ്രദ്ധാ കേന്ദ്രം യേശു അല്ലാതെ മറ്റാരുമല്ല. The eyes of all in the synagogue were fixed on Jesus. യേശുവിന്റെ കാലത്തെ പള്ളിയിലെ സിനഗോഗിൽ എല്ലാവരുടെയും കണ്ണുകൾ യേശുവിൽ പതിഞ്ഞിരുന്നു. So we fix our eyes on you, Lord. അതുകൊണ്ട് യേശുവേ, ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങൾ അങ്ങയിലേക്ക് ഉയർത്തുന്നു. Father, have your way. അങ്ങയുടെ ഹിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. We are at your disposal, Father. Do your will in the perfect way among us. അങ്ങയുടെ മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്തു തരണമേ. Father, I pray for every individual standing here. ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കുമായി പിതാവേ, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. Father, I pray that each and every one may experience a special touch, a special encounter with you tonight. കർത്താവേ, ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളും അങ്ങയുടെ പ്രത്യേകമായ സ്പർശനം മനസ്സിലാക്കട്ടെ. Fill everyone, Lord, with your Holy Spirit. ഓരോ വ്യക്തികളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് നിറയ്ക്കണമേ. I pray that the heaven seal, the Holy Spirit may come upon every person, Father. ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും സ്വർഗ്ഗത്തിലെ മുദ്ര ചാർത്തപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Hallelujah. 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 Give the Lord a clap offering right കൈകൾ now. നന്നായി അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാലും Shout hallelujah. ശബ്ദമുയർത്തി hallelujah. Clap your hands, shout hallelujah. കൈകൾ അടിച്ച് hallelujah. We worship you, we worship you, we worship you, Lord. Worship hallelujah. you. Thank you, Lord. Hallelujah. Thank you, Lord. Hallelujah. Hallelujah. Now before you sit, I want to turn to your neighbors and say, the Lord is with you. നിങ്ങൾ ഇരിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയിലേക്ക് തിരിഞ്ഞിട്ട് പറയണം, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. പറഞ്ഞാലും അടുത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞാലും ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. Shake hands with as many as people and say, the Lord is with you. സാധിക്കുന്നവർക്കൊക്കെ കൈ കൊടുത്ത് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞാലും ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Do you believe that? നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? Hallelujah. Praise the Lord. Praise God. Amen. Amen. Please be seated in the heavenly places. സ്വർഗീയ തലങ്ങളിൽ ദയവായി ഇരുന്നാലും. Hallelujah. We are no more in the world. നമ്മളിപ്പോൾ ലോകത്തിലല്ല, സത്യത്തിൽ We are in the heavenly realms. നാം ഇപ്പോൾ സ്വർഗ തലങ്ങളിലാണ് ഇരുത്തപ്പെട്ടിരിക്കുന്നത്. That's what the Bible says about us. അതാണ് ബൈബിൾ നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. How many of you have joy in your heart? നിങ്ങളുടെ എത്ര പേരുടെ ഹൃദയത്തിൽ ഇന്നൊരു സന്തോഷം, സ്വർഗീയ സന്തോഷം നിങ്ങൾക്ക് കിട്ടി? Hallelujah. Express your joy, please. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മുഖത്ത് അത് പ്രകടിപ്പിക്കുക.
some way express your joy right now. എങ്ങനെയെങ്കിലുമൊക്കെ വാക്കുകളിലൂടെ മുഖഭാവങ്ങളിലൂടെ നിങ്ങളുടെ സന്തോഷത്തെ പ്രകടിപ്പിക്കുക. ഹല്ലേലൂയ. Touch somebody and say you are not in a funeral service. അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ തൊട്ടിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ മരണ ശുശ്രൂഷയിലല്ല, ശവസംസ്കാര ശുശ്രൂഷയിലല്ല. Hello. Hallelujah. Hallelujah. I have a great news for you. എനിക്ക് നിങ്ങളോട് ഒരു വലിയ വാർത്ത പറയാനുണ്ട്. We are not serving a dead Jesus. നാം സേവിക്കുന്നത് ഒരു മരിച്ചു നിൽക്കുന്ന ദൈവത്തെ അല്ല. We are serving a resurrected Jesus. സന്തോഷിക്കാൻ നിങ്ങൾക്ക് വകയുണ്ട്. നാം ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് ഇന്ന് സേവിക്കുന്നത്. So many great people came to this world. ഒത്തിരി മഹാന്മാർ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. And they wrote books. അവർ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. They said great things. ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. All of them died. എന്നാൽ അവരെല്ലാവരും മഹാന്മാർ മരിച്ചു. All are in their tombs. അവരെല്ലാവരും കല്ലറയ്ക്കകത്താണ്. But Jesus came. എന്നാൽ യേശു എന്ന മഹാൻ വന്നു. He never wrote a book. അവൻ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. He ministered as a servant. അവൻ ഒരു ദാസനെ പോലെ മനുഷ്യരെ ശുശ്രൂഷിച്ചു. And finally he gave his own life for us. ഒടുവിലായിട്ട് മനുഷ്യർക്ക് വേണ്ടി തന്റെ ജീവൻ അവൻ നൽകി. And he rose up from the dead. എന്നാൽ അവൻ ഇന്ന് കല്ലറയിലല്ല, മരണത്തിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ്. If you go to Israel, there is a tomb open for all the pilgrims. All are going inside. They are not seeing Jesus, pieces of bones. There is nothing left there. There is an inscription. He is not here. He is risen. Amen. നിങ്ങൾ ഇസ്രായേലിൽ തീർത്ഥയാത്രക്കാരെ പോലെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യേശുവിന്റെ തുറന്നു കിടക്കുന്ന കല്ലറ. ആ കല്ലറയ്ക്കകത്ത് യേശുവിന്റെ ഒരു അസ്ഥി കഷ്ണം പോലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. കാരണം മുഴുവനെ അവൻ ഉയർത്തെഴുന്നേറ്റു. അവിടെ ഒരു വാചകം എഴുതിയിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. Hallelujah. Hallelujah. You will not get even a nail of Jesus there. യേശുവിന്റെ ഒരു നഖം പോലും നിങ്ങൾക്ക് അവിടെ കിട്ടില്ല. Hallelujah. Hallelujah. He has a glorious resurrected body today. കാരണം ഇന്ന് യേശുവിന്റെ മഹത്വകരമായ ഒരു ശരീരത്തോടെ അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് that body is no more in any museum, no more in any memorial place. That body is on the right hand side of the Father. ഇന്ന് യേശുവിന്റെ ശരീരം എങ്ങും എംബാം ചെയ്ത് മ്യൂസിയത്തിനകത്ത് വെച്ചിട്ടില്ല, ഏതെങ്കിലും മെമ്മോറിയൽ പ്ലേസിൽ അത് വെച്ചിട്ടില്ല. പകരം പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് അവൻ നിൽക്കുകയാണ്. Amen. Amen. I am proud to serve this Jesus. ഈ യേശുവിനെ സേവിക്കുന്നതിൽ ഞാൻ ഇന്ന് അഭിമാനിക്കുന്നു. Hallelujah. Hallelujah. So many great people lived here. ഇന്ന് ലോകത്തിൽ ഒത്തിരി മഹാന്മാർ ജീവിച്ചിട്ടുണ്ട്. And they died. അവർ മരിച്ചു. None of them said I will come back. ആരും തന്നെ പറഞ്ഞിട്ടില്ല ഞാൻ മടങ്ങി വരാമെന്ന്. They said you live a very good life. I am going. അവര് പറഞ്ഞിട്ടൊക്കെ പോയത് പുസ്തകമൊക്കെ എഴുതി വെച്ച് തന്നു പോയിട്ട് നിങ്ങൾ നന്നായി ജീവിക്കും മക്കളെ, ഞാൻ പോവാന്ന് പറഞ്ഞ അവര് പോയത്. But Jesus said, എന്നാൽ യേശു പറഞ്ഞു I will come back. ഞാൻ മടങ്ങി വരും. And I will take you to my Father's home. എന്ന് മാത്രമല്ല ഞാൻ നിങ്ങളെ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകും. Only one man had the guts to say I will come back. ഒരു മനുഷ്യനെ ഈ ലോകത്തിൽ നട്ടലോടെ ചങ്കൂറ്റത്തോടെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ മടങ്ങി വരാമെന്ന്. Hallelujah. Hallelujah. That is your Jesus. അത് നിങ്ങളുടെ യേശുവാണ്. Aren't you proud to serve him? അവനെ സേവിക്കുന്നതിൽ അഭിമാനിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാല്. Clap your hands for this Jesus. Not this clap, a thunderbolt clap. ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ ഒരു കൈയടി. Yeah. Hallelujah. Amen. 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 Tonight I am excited to preach the word of God to you. ഇന്ന് രാത്രിയിൽ ദൈവവചനം നിങ്ങളോട് പ്രസംഗിക്കുന്നത് ഞാൻ വളരെയധികം ആവേശത്തോടെയാണ്. Hallelujah. Hallelujah. Each and every time I take the microphone, I stand before the people, I stand proudly. ഓരോ സമയങ്ങളും ദൈവവചനവുമായിട്ട് ജനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ വചനം എടുക്കുമ്പോൾ ഞാൻ വളരെ അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. I'm not preaching from a short story. ഞാൻ ഒരു ചെറുകഥയിൽ നിന്നല്ല പ്രസംഗിക്കുന്നത്. I'm not preaching from a novel. ഞാൻ ഒരു നോവൽ അല്ല നിങ്ങളോട് പ്രസംഗിക്കുന്നത്. I'm not preaching from any fiction. ഏതെങ്കിലും ഒരു ഫിക്ഷൻ ഒരു
ഒരു കഥ, ഒരു തത്വത്തെ കുറിച്ചല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. I am preaching from the word of God which will never pass away even if the heaven and earth shall pass away. ഞാൻ പ്രസംഗിക്കുന്നത് ഈ ലോകം മാറിയാലും ആകാശം ഭൂമിയും മാറിപ്പോയാലും എന്റെ വചനങ്ങൾക്ക് മാറ്റം വരികയില്ലെന്ന് പറയുന്ന വചനമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. Hallelujah. This is called the imperishable seed of God. ഇത് ദൈവത്തിന്റെ നശിച്ചു പോകാത്ത വചനം എന്നാണ് പറയപ്പെടുന്നത്. Hallelujah. Hallelujah. Every other seed may perish, but this seed of God will never perish. ഏതെങ്കിലും വിത്ത് ഒരുപക്ഷെ നശിച്ചു പോകുന്നതുണ്ടായിരിക്കാം, എന്നാൽ ദൈവ വചനം എന്ന് പറയുന്ന വിത്ത് കാലകാലങ്ങൾ കഴിഞ്ഞാലും നശിച്ചു പോകില്ല, കെട്ടുപോകുകയില്ല. Hallelujah. Amen. Hallelujah. Hallelujah. I know the atmosphere is already electrified. ഞാൻ അറിയുന്ന ഈ അറ്റ്മോസ്ഫിയർ മുഴുവൻ ഇലക്ട്രിഫൈഡ് ആയി കഴിഞ്ഞു. I mean വൈദ്യുതീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. Hallelujah. Hallelujah. The electrification is done by the Holy Spirit. പരിശുദ്ധാത്മാവിലാണ് ഇന്നത്തെ ഇവിടുത്തെ ഇലക്ട്രിഫിക്കേഷൻ നടന്നിട്ടുള്ളത്. This is the heavenly electricity. ഇത് സ്വർഗ്ഗത്തിലെ ഇലക്ട്രിസിറ്റി This ആണ്. is the divine electricity. ഇത് ദൈവികമായ ഇലക്ട്രിസിറ്റിയാണ്. It can touch your tissues. ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ കലകളെ പോലും തൊടാൻ സാധിക്കും. It can touch your bones. നിങ്ങളുടെ ശരീരത്തിലെ അസ്ഥികൾ ഇതിന് തൊടാൻ It can സാധിക്കും. touch your muscles. നിങ്ങളുടെ മസിൽസിനെ, പേശികളെ തൊടാൻ It സാധിക്കും. can touch your brain. നിങ്ങളുടെ ബ്രെയിൻ, തലച്ചോറിനെ തൊടാൻ It സാധിക്കും. can touch your consciousness. നിങ്ങളുടെ മനസ്സാക്ഷിയെ ഈ ശക്തിക്ക് തൊടാൻ It സാധിക്കും. can touch your spirit. നിങ്ങളുടെ അകത്തുള്ള ആത്മാവിനെ തൊടാൻ It can സാധിക്കും. touch the whole being. നിങ്ങളുടെ മുഴു ശരീരത്തെ തൊടുവാനായി സാധിക്കും. I can see the power of the Lord moving in many people right now. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. Say something, please. Hallelujah. Say something to Jesus. Hallelujah. Say something to Jesus. Hallelujah. 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 Clap your hands and say something to Jesus. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാൻ തുടങ്ങിയാൽ. Hallelujah. Hallelujah. Thank you, Lord. Hallelujah. Thank you, Jesus. Hallelujah. Touch somebody and say the Holy Spirit is moving on you right now. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറയാമോ, പരിശുദ്ധാത്മാവ് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞാലോ, പരിശുദ്ധാത്മാവ് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. Amen. Paul the apostle asked Timothy this. പൗലോസ് അപ്പോസ്തലൻ തിമത്തിയോസോട് ആവശ്യപ്പെട്ട കാര്യം ഇതാണ്. Be strong in the Lord. കർത്താവിൽ ധൈര്യമുള്ളവനായിരിക്കുക, ഉറപ്പുള്ളവനായി ശക്തിപ്പെടുക. Be strong in the Lord. കർത്താവിൽ ശക്തിപ്പെടുക. And in the power of his might. അതുമാത്രമല്ല അവന്റെ ബലത്തിലും ശക്തിപ്പെടുക. Tell your neighbor, be strong in the Lord. അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, കർത്താവിൽ ശക്തിപ്പെടുക. കർത്താവിൽ ശക്തിപ്പെടുക. Can I tell you something? ഞാൻ നിങ്ങളോട് ചിലത് കൂടെ ആവശ്യപ്പെടട്ടെ. Our God is not a weak God. നമ്മുടെ ദൈവം ഒരു ബലഹീനനായിട്ടുള്ള ദൈവമല്ല. Amen. Hello. Hello. Our God is not a weak God. നമ്മുടെ ദൈവം ഒരു ബലഹീനനായിട്ടുള്ള ദൈവമല്ല. He will not be affected by flu. ഇടയ്ക്കൊക്കെ നമുക്കൊക്കെ വരുന്ന പോലെ ജലദോഷം പിടിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. Pain. നടുവേദനയുള്ള ദൈവം. No. He is an almighty God. പകരം സർവശക്തനാണ് നമ്മുടെ ദൈവം. He is the one who fixed mountains here and here and here and here. അവനാണ് പർവ്വതങ്ങളെ അവിടിവിടങ്ങളിലായി സൃഷ്ടിച്ചവൻ. He is the one who created the whole universe. ഈ മുഴു പ്രപഞ്ചത്തെയും നിർമ്മിച്ചവൻ അവനാണ്. Hallelujah. Hallelujah. Touch somebody and say, he is here. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറയാമോ, അവൻ ഇവിടെയുണ്ട്. Hallelujah. He is here. The Holy Spirit tells me, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, some of you are worried about even little things in your life. ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലെ കൊച്ചു കാര്യങ്ങളിൽ പോലും മനസ്സിൽ വിഷമിക്കുന്നവരാണ്. I can see the Holy Spirit ministering to different hearts. ഇന്ന് ഇവിടെയുള്ള പല ആളുകളുടെയും ഹൃദയങ്ങളെ പരിശുദ്ധ ആത്മാവ് ശുശ്രൂഷിക്കുന്നതായി ഞാൻ കാണുന്നു. Little problems that is coming
coming across your way. നിങ്ങളുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വന്നു ചേരുന്നു. And maybe some issues in your workplace. നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള കൊച്ചു പ്രശ്നങ്ങളാകാം. But easily you get worried. പക്ഷെ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ ചിന്താകുലരാകുന്നു, വളരെ വേഗത്തിൽ മനസ്സ് വിഷമിക്കുന്നവരാകുന്നു. Tonight the Holy Spirit says, എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, son, daughter, I am giving you strength. മകനെ മകളെ ഞാൻ നിനക്ക് ബലം നൽകുകയാണ്. My grace is sufficient for you. എന്റെ കൃപ നിനക്ക് മതി. My strength shall be made perfected in your weakness. നിന്റെ ബലഹീനതയിൽ എന്റെ കൃപ തികഞ്ഞു വരുന്നു. Hallelujah. Hallelujah. Somebody say hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? It is okay to shout hallelujahs here. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറയുന്നത് ഉചിതമാണ്. Praise the Lord. Praise God. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. I can see the power of the Holy Spirit fixing somebody's hip joint right now. ഇപ്പോൾ ആരുടെയോ ഹിപ്പ് ജോയിന്റിലേക്ക്, ഇടുപ്പെല്ലിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി നിൽക്കുന്നത് ഞാൻ You are കാണുന്നു. suffering a lot in your hip joint. നിങ്ങളുടെ ഇടുപ്പെല്ലുമായിട്ടുള്ള വേദനയിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. The Lord asks you a question: if I can fix mountains, can't I fix your hip joint? ദൈവം നിന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് പർവ്വതങ്ങളെ ഈ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് നിന്റെ ഇടുപ്പെല്ലിനെ ഇതുപോലെ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കില്ല? Hallelujah. Hallelujah. The Holy Spirit commands everyone, be strong in Jesus. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളോടും ആജ്ഞാപിക്കുകയാണ്, കർത്താവിൽ ധൈര്യപ്പെട്ടിരിക്കുക, ഉറപ്പുള്ളവരാകുക. There is a man sitting here. The Holy Spirit says you are facing a lot of problems in your business. ഇന്ന് ഇവിടെ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. ആ മനുഷ്യൻ ഇന്ന് ബിസിനസ്സിൽ വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. But the Lord says, I am in control. പക്ഷേ ദൈവം നിന്നോട് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടിയുണ്ട്. You know only the present situation. ഇന്നത്തെ സ്ഥിതിഗതികൾ മാത്രമാണ് നിനക്കറിയാവുന്നത്. But God knows even the end of your life. എന്നാൽ നിന്റെ ജീവിതത്തിന്റെ പര്യവസാനം വരെ എന്തെന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. The Holy Spirit says, do not worry about your business. അതുകൊണ്ട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ബിസിനസിനെ ചൊല്ലി നീ ആകുലചിത്തനാകരുത്. I am the one who gave you that business. ആ ബിസിനസ് നൽകിയവൻ ഞാനത്രേ. I will never allow it to be collapsed. അതുകൊണ്ട് നീ വീണു പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. Hallelujah. Hallelujah. The Holy Spirit tells me this thing. He knows every situation you are going through right now. ഇന്നിപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സിറ്റുവേഷനും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. You may be going through a dark valley right now. ഇന്നിപ്പോൾ ഏറ്റവും ഇരുണ്ട താഴ്വരയിലൂടെ ആയിരിക്കാം നിങ്ങൾ ഒരുപക്ഷേ പോകുന്നത്. Even if you cannot see him, the Lord is with you even in the darkest valley. ഇപ്പോഴുള്ള ആ കൂരിരുട്ടിന്റെ താഴ്വരയിൽ ദൈവം നിന്റെ കൂടെ ഉള്ളതുപോലും കാണാൻ പറ്റാത്തതുപോലുള്ള കൂരിരുട്ടിലൂടെ ആയിരിക്കാം നീ പോയിക്കൊണ്ടിരിക്കുന്നത്. But the Lord can see you. എന്നാൽ ദൈവത്തിന് നിന്നെ നന്നായി The കാണാം. Lord is right there even in the darkest valley. ഓ, നിന്റെ ആ ഇരുണ്ട താഴ്വരയുടെ നടുവിൽ പോലും നിന്റെ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. Hallelujah. Hallelujah. Shout a big hallelujah. ശബ്ദമുയർത്തി Give the Lord one more clap offering in the ഒരിക്കൽ house കൂടെ of the കൈകൾ Lord. അടിച്ച് Hallelujah. Thank you, Master. Hallelujah. Thank you, Lord. Yesterday I was talking about the prosperity of the whole man. ഇന്നലെ ഞാൻ നിങ്ങളോട് ഒരു മനുഷ്യന്റെ സമ്പൂർണ്ണമായ അഭിവൃദ്ധിയെക്കുറിച്ചാണ് സംസാരിച്ചത്. Many people prosper but partially. ഒത്തിരി ആളുകളും അഭിവൃദ്ധിപ്പെടുന്നുണ്ട്, പക്ഷെ ഭാഗികമായിട്ട് മാത്രമാണ് അഭിവൃദ്ധിപ്പെടുന്നത്. All of us, we have a desire to have a very good life on earth. ഇന്ന് ഈ ഭൂമി നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ളവരാണ്. Some of you have gone through so much troubles, so much sufferings, so much difficulties in your life. ഒത്തിരി ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളിലൂടെയും വേദനകളിലൂടെയും ഒക്കെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. But you have a desire. എന്നാൽ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, My children should not suffer all these things. ഞാൻ ഈ സഹിക്കുന്ന കഷ്ടപ്പാടുകളൊന്നും ഒരിക്കലും എന്റെ മക്കൾ സഹിക്കരുത്. As a parent, you are a well-wisher of your children. ഒരു മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും നല്ല അഭ്യുദയകാംക്ഷികളാണ്. God is the
the father to all fathers. നിങ്ങൾക്കറിയാമോ, ദൈവം എല്ലാ പിതാക്കന്മാരുടെയും പിതാവാണ്. He is the great parent. അവനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല മാതാപിതാവ്. He has a desire. അവന് ഒരു നല്ലൊരു ആഗ്രഹം തന്റെ മക്കളെ കുറിച്ചുണ്ട്. You and everyone should have a very, very good life on earth. ഇവിടെയുള്ള ഓരോ വ്യക്തിയും, നിങ്ങൾ എല്ലാ വ്യക്തികൾക്കും ഈ ഭൂമിയിൽ ഒരു നല്ല ജീവിതം ഉണ്ടാകണം. Hallelujah. Hallelujah. When God created man, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ He gave him 3 parts. ദൈവം അവന് 3 ഭാഗങ്ങളോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. Can you speak which are the 3 parts? ഏതെല്ലാമായിരുന്നു എന്നുള്ളത് ഇന്നലത്തെ സന്ദേശത്തിൽ നിന്ന് ഓർത്തു പറയാമോ? Number 1, ഒന്നാമതായി spirit. ആത്മാവ്. Number 2, soul. Number 3, ആത്മാവ്, ദേഹി, ദേഹം. everybody says spirit, soul, body. Spirit, soul, body. Take your right hand. വലത്തെ കൈ എടുത്താലും Say spirit, soul, body. Spirit, soul, body. One more time. Spirit, soul, body. One more time. Spirit, soul and body. Hallelujah. And the redemption of Jesus wants to give you prosperity in your spirit, soul and body. യേശുവിന്റെ വീണ്ടെടുപ്പിന്റെ ആ ഒരു പ്രക്രിയ പദ്ധതിയിലൂടെ ദൈവം നിങ്ങളുടെ ആത്മാവിലും അതുപോലെ ദേഹിയിലും ദേഹത്തിലും ആ പദ്ധതി നടത്താൻ ആഗ്രഹിക്കുന്നു. And when Jesus was on earth, യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ He gave us a key. അവൻ ഒരു താക്കോൽ നൽകി. If you want to prosper in all these areas, നിങ്ങൾ ഈ 3 ഏരിയയിലും നിങ്ങൾ അഭിവൃദ്ധിപ്പെടണമെങ്കിൽ I am giving you a key. ഞാൻ നിങ്ങൾക്ക് ഒരു കീ നൽകാം. And that key is given in Matthew 6:33. ആ കീ നൽകിയിട്ടുള്ളത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാമത്തെ I വചനത്തിലാണ്. think we all know this verse by heart. ഈ വചനം നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ കാണാതെ തന്നെ അറിയാം. Seek first the kingdom of God and His righteousness, and all these things shall be added to you. മത്തായി സുവിശേഷം 6:33 മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും നിങ്ങൾക്ക് ലഭിക്കും. Do you remember what I said yesterday? ഇന്നലെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? By the way, how many of you were present here last night? ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നവർ എത്ര പേരുണ്ട്? കൈയൊന്ന് ഉയർത്തി കാണിച്ചു. Most of you were here. മിക്കവാറും പേരും ഉണ്ടായിരുന്നു. Thank you for coming again. വീണ്ടും വന്നതിന് വളരെ നന്ദി. Hallelujah. Hallelujah. Jesus is speaking about 3 things there. 3 കാര്യങ്ങളെ കുറിച്ചാണ് യേശു കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. Number 1, the kingdom of God. ഒന്ന് ദൈവരാജ്യം. Everybody say kingdom of God. Kingdom of God. What is number 2? രണ്ടാമത് എന്തായിരുന്നു? His righteousness. അവന്റെ നീതി. Hallelujah. What is number 3? മൂന്നാമത് എന്തായിരുന്നു? All these things. സകല കാര്യങ്ങളും. Everybody say the kingdom of God, ദൈവരാജ്യം, His righteousness, അവന്റെ നീതി. all these things. ഇതൊക്കെയും. Take your right hand. നിങ്ങളുടെ വലത്തെ കൈ എടുത്താലും say kingdom of God, ദൈവരാജ്യം, then അവന്റെ നീതി, all these things. One more time. ദൈവരാജ്യം, അവന്റെ നീതി, yes, ഇതൊക്കെയും. one more time. ദൈവരാജ്യം, yes, അവന്റെ നീതി, ഇതൊക്കെയും. And we saw the kingdom of God in the simplest term is having Holy Spirit in our lives. ദൈവരാജ്യം എന്നുള്ളതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളവരാകുക എന്ന് വേണമെങ്കിൽ പറയാം. Hallelujah. That is the kingdom of God today. അതാണ് ഇന്നത്തെ നിലവാരത്തിൽ ദൈവരാജ്യം എന്നുള്ളത്. His righteousness means അവന്റെ നീതി അർത്ഥമാക്കുന്നത് having a righteous or right kind of life on earth. നീതിപൂർവമായിട്ടുള്ള ശരിയായ വിധത്തിലുള്ള ഒരു ജീവിത നിലവാരം, ജീവിത ശൈലിയാണ്. It shows the life change we can have. അത് കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ്. Hallelujah. That is connected to a soul part. അത് നമ്മുടെ പ്രാണനുമായി നമ്മുടെ ദേഹിയുമായി The kingdom of God is connected to a spirit part. എന്നാൽ ദൈവരാജ്യം നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. Hallelujah. Hallelujah. Jesus said, if you have the kingdom of, if you seek the kingdom and His righteousness, all these things you will receive. ഇന്നലത്തെ സന്ദേശം നിങ്ങൾ I am ഓർക്കുന്നുണ്ടായിരിക്കും. just brushing up your mind. യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ദൈവരാജ്യവും അതുപോലെ മുമ്പേ അവന്റെ രാജ്യവും അതുപോലെ തന്നെ അവന്റെ നീതിയും നിങ്ങൾ അന്വേഷിച്ചാൽ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. Hallelujah. Hallelujah. That means if you seek the Holy Spirit and if you live a very good life on earth,
in the God kind of life, you will get all the material things. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കുകയും ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നല്ല ജീവിതം നയിക്കുകയും ചെയ്താൽ ഈ ലോകത്തിൽ ജീവിക്കേണ്ട ഇതൊക്കെയും നിങ്ങളോട് കൂടെ ചേർക്കപ്പെടും. Hallelujah. Hallelujah. The right life change we receive through having the word of God in our hearts. യഥാർത്ഥത്തിലുള്ള നല്ല ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനത്താലാണ്. Hallelujah. Hallelujah. In other words, if you have the Holy Spirit and if you have the word, if you have the Spirit and the word in our lives, all these things that we need in our lives will be added into our lives. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവും അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനവും നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പണിയുന്നുണ്ടെങ്കിൽ, ഇത് രണ്ടുമുണ്ടെങ്കിൽ ഈ ലോകത്തിൽ വേണ്ട സകല നന്മകളും നിങ്ങളോട് കൂടെ ചേർക്കപ്പെടും. How many of you got the key now? ഇന്ന് എത്ര പേർക്ക് അനുഗ്രഹത്തിന്റെ താക്കോൽ കിട്ടിയിട്ടുണ്ട്? What is the key? എന്താണ് ആ താക്കോൽ? Have the Holy Spirit and the word of God അപ്പോൾ തന്നെ ദൈവവചനത്താൽ നിറയുക, in our lives. നമ്മുടെ ജീവിതത്തിൽ നിറയുക. All the things that we need on earth will be automatically supplied by heaven into our lives. ഇന്ന് ഈ ലോകത്തിൽ നിങ്ങൾക്ക് വേണ്ട സകല നന്മകളും സ്വർഗ്ഗരാജ്യത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വേണ്ടി പകരപ്പെടും. Now I'm going to tell you something. ഇനി ഞാൻ ചിലത് നിങ്ങളോട് പറയാൻ പോകുകയാണ്. How many people in the world seek His kingdom and righteousness? ഇനി ഈ ഭൂമിയിൽ എത്ര പേർ ദൈവരാജ്യവും അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുന്നവരുണ്ട്? Touch the next person and say, attend to the brother, listen to the brother. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറയാമോ, ബ്രദറിനെ ശ്രദ്ധിച്ച് കേൾക്കണം. Hello. Hello. Jesus said, if you seek the kingdom, that means the Holy Spirit. If you seek the word, His righteousness, the word. If you have the Spirit and word, if you always seek Spirit and the word, you will have everything. യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ ദൈവരാജ്യം അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അതോടൊപ്പം ദൈവവചനം അത് അവന്റെ നീതിയിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ്. ആ ദൈവവചനവും നിങ്ങളോട് കൂടെ നിങ്ങൾ അത് അന്വേഷിക്കുന്നു. ഇത് രണ്ടും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കേണ്ട സകലതും നിങ്ങളോട് കൂടെ ചേർക്കപ്പെടും. This is what Jesus said. ഇതാണ് യേശു കർത്താവ് പറഞ്ഞത്. In different continents of the world, billions of people are alive today. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഭൂഖണ്ഡങ്ങളിലായി ഒത്തിരി ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. How many of them seek the Holy Spirit and the word of God? അവരിൽ എത്ര പേർ പരിശുദ്ധാത്മാവിനെയും ദൈവവചനത്തെയും അന്വേഷിക്കുന്നവരായിട്ടുണ്ട്? Many people, most of the majority of them are seeking only all these things. എന്നാൽ ഇന്ന് ഈ ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും അധികം ആളുകളും ഈ രണ്ട് കാര്യങ്ങളെ മാറ്റി ഈ ലോകത്ത് ജീവിക്കേണ്ട കാര്യങ്ങളാണ് കൂടുതൽ അന്വേഷിക്കുന്നത്. They are after all these things. അവരെല്ലാം എപ്പോഴും ഇതൊക്കെയും എന്ന് പറയുന്ന കാര്യത്തിന്റെ പുറകെയാണ്. Somehow they want to have properties. എങ്ങനെയെങ്കിലും സ്വത്തുണ്ടാക്കണം. Somehow they want to have comforts of life. എങ്ങനെയെങ്കിലും ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. Do you know one thing? നിങ്ങൾക്കൊന്നറിയാമോ? The 7 spirits of God, the 7 eyes of the Lord that are sent to the whole world are scanning masses of people everywhere. നിങ്ങൾക്കൊന്നറിയാമോ? ദൈവത്തിന്റെ 7 ആത്മാക്കളായിട്ടുള്ള അവന്റെ 7 കണ്ണുകൾ ഈ ഭൂലോകത്തിൽ മുഴുവൻ സ്കാൻ ചെയ്യുന്നത് പോലെ അവന്റെ കണ്ണുകൾ സകല മനുഷ്യരുടെ മേലും പരതിക്കൊണ്ടിരിക്കുന്നു. And these eyes are even right now here scanning everyone's heart. ഇവിടെ ഇപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ മുകളിലും ആ കണ്ണുകൾ ഇപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. Where are your lives focused? നിങ്ങളുടെ ജീവിതം എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? Seek first His kingdom, the Holy Spirit and His righteousness according to the word, then all these things shall be
automatically supplied. നിങ്ങൾ മുമ്പേ അവന്റെ ദൈവരാജ്യവും അപ്പോൾ തന്നെ അവന്റെ നീതി ദൈവവചനത്താൽ അധിഷ്ഠിതമായ ജീവിതശൈലി കൂടെ നിങ്ങൾ അന്വേഷിച്ചാൽ ഈ ലോകത്ത് വേണ്ടതൊക്കെയും ഇതൊക്കെയും നിങ്ങളോട് ചേർന്ന് വരും. Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Are you receiving the word? എന്തെങ്കിലുമൊക്കെ ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? Hallelujah. 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 Is your reception switched on? നിങ്ങളുടെ സ്വീകരിക്കുന്ന ആ സ്വിച്ച് ഇവിടെ ഓൺ ആണോ? Hello. ഹലോ, Is it switched on? അത് ഓൺ ആണോ? Are you receiving from the word? ദൈവവചനത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? I promise you the Lord is going to reform and transform your life. ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു, ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുകയാണ്. Hallelujah. Hallelujah. Shall I read a story now? ഞാനിപ്പോൾ ഒരു കഥ വായിക്കട്ടെ. This is a parable, a story told by Jesus. ഇത് യേശു കർത്താവിനാൽ പറയപ്പെട്ട ഒരു കഥയാണ്. Luke chapter 12. ലൂക്കോസിന്റെ സുവിശേഷം ബൈബിൾ തുറന്ന്. Do you have the book of the Gospel of Luke in your Bible? നിങ്ങളുടെ ബൈബിളിൽ ലൂക്കോസിന്റെ സുവിശേഷം ഉണ്ടോ? Just check. Do you have it here in Philadelphia? ഫിലദൽഫിയയിലുള്ള ബൈബിൾ. Yes. Wonderful. Are you there? നിങ്ങൾ അവിടെ എത്തിയോ? Luke chapter 12. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം. Verse number 13. 13-ാമത്തെ വചനം. Someone in the crowd said to him. Someone in the crowd said to him. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അദ്ദേഹത്തോട്, Meaning Jesus was preaching, Jesus was teaching them, and one guy had a doubt. He stood up. അതിന്റെ അർത്ഥം അതിനിടയിൽ യേശു കർത്താവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരുത്തന് ഒരു സംശയം ഉണ്ടായിരിക്കുന്നു. He stood up. അവൻ എഴുന്നേറ്റു. He lifted up his right hand. അയാൾ എഴുന്നേറ്റ് തന്റെ വലത്തെ കൈ ഉയർത്തി. I have a question. എനിക്കൊരു ചോദ്യമുണ്ട്. What is the question? എന്തായിരുന്നു ആ ചോദ്യം? Teacher, tell my brother to divide the inheritance with me. ഗുരു, ഞാനുമായി പ്രതിസ്വത്ത് വീതം വെക്കുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. This man was facing a huge problem in the family. ഈ മനുഷ്യൻ തന്റെ കുടുംബത്തിൽ ഒരു വലിയ പ്രശ്നം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. That was not poverty. അത് ഒരു ദാരിദ്ര്യ പ്രശ്നമല്ല. Hello. Not a financial crisis. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ഒരു പ്രശ്നമല്ല. The problem is this: they had a huge inheritance and he had to share it with his brother. പ്രശ്നം ഇതാണ്, അവർക്ക് ധാരാളം പ്രതിസ്വത്തുണ്ട്, അതിപ്പോൾ സഹോദരനുമായി പങ്കുവെക്കുന്നതാണ് പ്രശ്നം. And there was a great argument going on. ഒരു പക്ഷേ ആ സമയത്ത് ഒരു വലിയ തർക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. Both wanted the very good portion. രണ്ടുപേർക്കും അതിൽ ഏറ്റവും നല്ല ഭാഗം വേണം. This is common in Kerala. Am I right? കേരളത്തിൽ ഇത് സാധാരണ ഒരു സംഭവമാണ്. The boys and girls in the family, they play together, they enjoy together. And when the father is dead or the mother is dead, all the problems now come up. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന് കളിച്ച് ചിരിച്ച് കഴിച്ച് വളരുന്നവർ. എന്നാൽ അവരുടെ പിതാവ് മരിച്ചു കഴിയുമ്പോൾ, അപ്പൻ മരിച്ചു കഴിയുമ്പോൾ, അമ്മ മരിച്ചു കഴിയുമ്പോൾ നിറം മാറി, പിന്നെ പ്രശ്നങ്ങളായി. They become enemies. അവർ പരസ്പരം ശത്രുക്കളായി മാറുന്നു. Hello. Are you there? നിങ്ങൾ ഇവിടെ ഉണ്ടോ? Touch somebody and say, you should not be like that. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറയാം, നിങ്ങൾ അങ്ങനെ ആകരുത്. പറഞ്ഞേ, നിങ്ങൾ അങ്ങനെ ആകരുത്. He is your brother, he is your sister, love him. അവൻ നിന്റെ സഹോദരനാണ്, അവൾ നിന്റെ സഹോദരിയാണ്, അവളെ സ്നേഹിക്കുക. I have a good advice for you. എനിക്ക് നിങ്ങളോട് ഒരു നല്ല അഡ്വൈസ്, ഒരു ഉപദേശം നൽകാനുണ്ട്. In your ignorance, if you have cheated your brother or sister, any family member, give him double now. നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഏതെങ്കിലും സഹോദരനെയോ സഹോദരിയെയോ നിങ്ങൾക്ക് എന്തെങ്കിലും കബളിപ്പിക്കേണ്ടതായി മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ, കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അതിന് ഇരട്ടിയായിട്ട് കൊടുക്കുക. I got only one amen from this side. Now 3 amens. ഇപ്പോൾ 3 ആമേൻ. Double amen. Fantastic. Hello. That is the sign of true repentance.
അതാണ് That is a sign of true repentance. അതാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തരത്തിന്റെ അടയാളം എന്നുള്ളത്. Repentance is not ക്ഷമിക്കണമേ 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 I am പാപി. That's not repentance. Show your repentance in action. മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ ഇരുന്നിട്ട് പിതാവേ എന്നോട് ക്ഷമിക്കണമേ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. ഞാനൊരു പാപിയാണേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. മറിച്ച് മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളാൽ അത് നിങ്ങൾ തെളിയിച്ചു കാണിക്കണം. Now I want to get an amen to that. അതിന് എനിക്കൊരു ആമേൻ കിട്ടണമെന്നുണ്ട്. Hallelujah. So this guy stood up and said, Teacher, Rabbi, tell my brother to divide the inheritance with me. ഇവിടെ ആ എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തിയ മനുഷ്യൻ പറയുകയാണ്, ഗുരു, ഞാനുമായി പ്രതിസ്വത്ത് വീതം വെക്കുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും. Now all the crowd is now very eager to hear the reply of Jesus. ഇപ്പോൾ അവിടെ കൂടി വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും യേശു അതിന് എന്ത് ഉത്തരമായിരിക്കും പറയാൻ പോകുന്നത് എന്ന് ഓർത്ത് വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. Will Jesus stand in this man's side or his brother's side? ഇപ്പോൾ യേശു കർത്താവ് ഇവിടെ ചോദ്യം ചോദിച്ച വ്യക്തിക്ക് വേണ്ടി വാദിച്ചു വല്ലതും സംസാരിക്കുമോ അതോ അയാളുടെ മറ്റേ സഹോദരന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുമോ? Hello, are you there? നിങ്ങൾ ഇവിടെ ഉണ്ടോ? So people are expecting a reply from Jesus. യേശുവിൽ നിന്നുള്ള ഒരു മറുപടി കേൾക്കാൻ ആളുകൾ ആകാംക്ഷാഭരിതരായിരിക്കുകയാണ്. Jesus replied, Man, who appointed me a judge or an arbiter between you? അതിന് യേശു 14-ാമത്തെ വചനത്തിൽ പറയുന്നു, മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ മധ്യസ്ഥനോ ആയി നിയമിച്ചതാര് എന്ന് ചോദിച്ചു. Verse number 15. Then he said to them, not this man, then he said to them. ഇനി 15-ാമത്തെ വചനത്തിൽ പിന്നെ അദ്ദേഹം അവരോട്, ആ മനുഷ്യനോടല്ല അവരോട്, meaning to the whole crowd. അതിന്റെ അർത്ഥം അവിടെ ഇരുന്ന പുരുഷാരത്തോട് മുഴുവൻ യേശു പറയുകയാണ്. Meaning today he is speaking to each and every one of us. അന്ന് പുരുഷാരത്തോട് സംസാരിച്ചെങ്കിൽ ഇന്ന് ഇവിടെ ഈ ഹോളിനകത്ത് കൂടിയിരിക്കുന്ന എന്നോടും നിങ്ങളോടുമായി യേശു ഉത്തരം പറയുകയാണ്. Verse number 15 is to you. ഈ 15-ാമത്തെ വചനം നിങ്ങളോടുള്ളതാണ്. And to me. അത് എന്നോടും കൂടിയുള്ളതാണ്. Now, watch out. Be on your guard against all kinds of greed. സൂക്ഷിച്ചു കൊള്ളുവീൻ, സകലവിധമായ അത്യാഗ്രഹത്തിനുമെതിരെ ജാഗ്രത പാലിക്കുവീൻ. Underline. അടിവരയിടുക വചനം. Do you have a pen? നിങ്ങൾക്കൊരു പേനയുണ്ടോ? You have underlined all the verses in the Bible. Very good. That's a good idea. ബൈബിളിലെ എല്ലാ വചനവും അങ്ങ് അടിവരയിട്ടാ പിന്നെ വരയിടണ്ടല്ലോ. നല്ലൊരു ഐഡിയയാണ്. Take a day's leave and underline all the verses. The job is done. ഒരു ദിവസം ലീവ് എടുത്തിട്ട് മുഴുവൻ അങ്ങ് കുത്തി വരയ്ക്കുക, പിന്നെ കഴിഞ്ഞല്ലോ പടി. Watch out, be on your guard against all kinds of greed. സൂക്ഷിച്ചുകൊള്ളുവിൻ, സകലവിധമായ അത്യാഗ്രഹത്തിനുമെതിരെ ജാഗ്രത പാലിക്കുവിൻ. Everybody say greed. എല്ലാവരും ചേർന്ന് പറയാമോ? ഗ്രീഡ്, അത്യാഗ്രഹം. പറഞ്ഞില്ല. അത്യാഗ്രഹം. ഉറക്കെ പറഞ്ഞ് അത്യാഗ്രഹം. Hallelujah. The eyes of the Lord is scanning to see if there is greed in our hearts. ദൈവത്തിന്റെ കണ്ണുകൾ നമ്മുടെ ഹൃദയത്തിനകത്ത് അത്യാഗ്രഹമുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Then Jesus continued, he said, a man's life does not consist in the abundance of his possessions. എന്നിട്ട് യേശു കർത്താവ് തുടരുകയാണ് പറയുന്നത്, ഒരുവന്റെ ധനസമൃദ്ധിയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. I think we should read it again. എനിക്ക് തോന്നുന്നത് ഒരിക്കൽ കൂടെ വായിക്കണമായിരിക്കും. A man's life does not consist in the abundance of his possessions. ഒരുവന്റെ ധനസമൃദ്ധിയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. I will count 1, 2, 3 and you have to read. Right? 1, 2, 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി അത് വായിക്കണം. 15-ാമത്തെ വചനം. 1, 2, 3. 15-ാമത്തെ ബി പാർട്ട് വായിച്ചാലും, ഒരുവന്റെ ധനസമൃദ്ധിയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു.
Can you read it again? ഒരിക്കൽ കൂടെ വായിക്കാമോ? ഒരുവന്റെ ധനസമൃദ്ധിയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. A man's life does not consist in the abundance of his possessions. ഒരു മനുഷ്യന്റെ ധനസമൃദ്ധിയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത്. I am speaking to all the Indian Americans here. ഞാൻ ഇവിടെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള അമേരിക്കൻസിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. The Lord has blessed you. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. Praise the Lord. ഹല്ലേലൂയ. Hallelujah. You have a better life here, I believe, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കൊരു നല്ല ജീവിതമുണ്ട്. than the people back in India. Than the people back in India, you have a better life here. അവിടെ ഇന്ത്യയിൽ ഉള്ള ആളുകളെക്കാൾ നല്ലൊരു ജീവിതം നിങ്ങൾക്കുണ്ട്. Very good. നല്ലത് തന്നെ. But do you know something? എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? Whether you are in America or India, your life does not consist in the abundance of your possessions. നിങ്ങൾ അമേരിക്കയിലുള്ളവരായിരിക്കാം, ഇന്ത്യയിൽ താമസിക്കുന്നവരുണ്ടാകാം, പക്ഷേ ഒരുവന്റെ ധനസമൃദ്ധിയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. Hallelujah. How many of you believe that there is a gift of prophecy in the Bible? ബൈബിളിൽ ഗിഫ്റ്റ് ഓഫ് പ്രോഫസി, പ്രവചനം ശുശ്രൂഷ വരം ഉണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? You all believe that? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? Now we are going to prophesy something. ഇനി ഞാൻ ചിലത് പ്രവചിക്കാൻ പോകുകയാണ്. Look right into the eyes of the neighbor. അടുത്തിരിക്കുന്ന ആളുടെ കണ്ണുകളിലേക്ക് നോക്കുക. Everybody. എല്ലാവരും. Right into the eye. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കണ്ണിലേക്ക് നോക്കുക. I will tell you what to prophesy. ആ അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കിയിട്ട് എന്താണ് പ്രവചിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു നൽകാം. Are you ready? തയ്യാറാണോ? Prophesy to that person. അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കിയിട്ട് പ്രവചിക്കുക. You are going to die. നിങ്ങൾ മരിക്കാൻ പോകുകയാണ്. I am sure this prophecy will be fulfilled. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ഉറപ്പുണ്ട് ഈ പ്രവചനം എന്നായാലും പൂർത്തിയാകും. Boldly you can prophesy to anyone. ഈ പ്രവചനം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആരോടും പറയാം, അത് നടന്നിരിക്കും. But the question is this. പക്ഷെ ചോദ്യം ഇതാണ്, What about the possessions? ഈ സ്വത്തിന്റെ കാര്യത്തിൽ എന്താണ്? The possession that you have now, the bank balance that you have now, the houses and automobiles that you have right now your life does not consist in that possession. നിങ്ങളുടെ ജീവൻ ഒരിക്കലും നിങ്ങളുടെ സ്വത്തിനെ ആധാരമാക്കിയിട്ടല്ല, നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രതിസ്വത്തിനെ ആധാരമാക്കിയിട്ടുള്ളതല്ല. Next verse number 16. 16ാമത്തെ വചനം. And he told them this parable. ഇപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 12:16 അദ്ദേഹം അവരോട് ഈ ഉപമ പറഞ്ഞു. To prove this principle, Jesus told them a parable. യേശു കർത്താവ് ഈ ഒരു തത്വം, നേരത്തെ പറഞ്ഞ തത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഉപമ യേശു സംസാരിക്കുകയാണ്. The ground of a certain rich man produced a good crop. ഒരു ധനവാന്റെ വയലിൽ നല്ല വിളവുണ്ടായി. Are you there? നിങ്ങൾ അവിടെ ഉണ്ടോ? You know the story? നിങ്ങൾക്ക് കഥ അറിയാമോ? But still we will just meditate on it. എന്നാലും നമുക്ക് അത് ഒരിക്കൽ കൂടെ ഒന്നുകൂടെ ധ്യാനിക്കാം. The ground of a certain man produced a good crop. ഒരു ധനവാന്റെ വയലിൽ നല്ല വിളവുണ്ടായി. In other words, in today's terms, he had a very good business. അപ്പോൾ ഇന്നത്തെ ടേമിൽ നമ്മൾ ചിന്തിച്ചാൽ അയാൾക്ക് നല്ലൊരു ബിസിനസ് കിട്ടി എന്ന് വേണമെങ്കിൽ, or we can put it this way, somebody got a very good job drawing a huge salary. അല്ലെങ്കിൽ നല്ല സാലറി കിട്ടുന്ന ഒരു നല്ല ജോലി കിട്ടി എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ വേണമെങ്കിൽ ചിന്തിക്കാം. Are you with me? എത്ര പേര് എൻ്റെ കൂടെയുണ്ട്? Then he thought to himself, what shall I do?
I have no place to store up my crops. അവൻ ചിന്തിച്ചു, എന്താണ് ഞാൻ ചെയ്യുക? എന്റെ വിളവ് ശേഖരിച്ച് സൂക്ഷിക്കാൻ സ്ഥലമില്ലല്ലോ. In other words, in today's terms, what shall I do with huge amount that is coming weekly or bi-weekly or monthly? ഇന്നത്തെ കണക്കിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പണത്തെ ഞാൻ എവിടെ സൂക്ഷിക്കും കർത്താവേ എന്നാണ്. Verse number 18, he found a solution. 18ാമത്തെ വചനത്തിൽ അദ്ദേഹം ഒരു ഉപാധി അതിനെ കണ്ടെത്തി. Then he said, this is what I will do. I will tear down my barns and build bigger ones, and there I will store all my grain and my goods. 18ാമത്തെ വചനത്തിൽ ഇങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യും. അവൻ പറഞ്ഞു, ഞാൻ എന്റെ കളപ്പുരകൾ പൊളിച്ചു കളഞ്ഞ് കൂടുതൽ വലിയവ പണിയും. അവിടെ എന്റെ ധാന്യവും സാധനങ്ങളും എല്ലാം സംഭരിച്ചു വെക്കും. Meaning he found some means how to spend or how to store up the blessings he had received from God. ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ ആ ജോലിയിൽ നിന്ന് തനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ എങ്ങനെ സൂക്ഷിച്ചു വെക്കണം എന്നതിനുള്ള തക്കതായ ഒരു ഉപാധി, ഒരു ഉത്തരം താൻ കണ്ടെത്തിയെന്നാണ് അതിന്റെ അർത്ഥം. And I will say to myself, you have plenty of good things laid for many years. Take life easy, eat, drink and be merry. എന്നാൽ 19ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറയുകയാണ്, പിന്നെ ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറയും, നിനക്ക് അനേകം വർഷങ്ങളിലേക്ക് വേണ്ടുന്ന നല്ല വിഭവങ്ങൾ ധാരാളമുണ്ട്. ഇനി വിശ്രമിച്ചു കൊള്ളുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. How many of you are alive? നിങ്ങൾ എത്ര പേര് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്? Or is it a resurrection? അല്ലെങ്കിൽ എടുക്കപ്പെട്ടുവോ? Resurrection. Hallelujah. Hallelujah. Now this guy, he received a lot of blessings from God. ഈ മനുഷ്യൻ ഒത്തിരി ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ചവനാണ്. Now he is storing up everything for himself. ഇപ്പോൾ ആ അനുഗ്രഹങ്ങൾ തനിക്ക് മാത്രമായിട്ട് താൻ ഇപ്പോൾ സംഭരിച്ചു വെച്ചിരിക്കുന്നു. And he is speaking to himself. എന്നിട്ട് താൻ തന്നോട് തന്നെ ഇപ്പോൾ സംസാരിക്കുകയാണ്, take life easy, eat, drink and be merry. നിന്റെ ജീവിതം നീ സുഖകരമാക്കിക്കൊള്ളൂ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. Hello. Now verse number 20 in your Bible, but God said to him. എന്നാൽ 20ാമത്തെ വചനത്തിൽ ബൈബിളിൽ പറയുന്നു, എന്നാൽ ദൈവം അവനോട്. Everybody say, but God. എല്ലാവരും ചേർന്ന് പറയാമോ? എന്നാൽ ദൈവം. Everybody, but God. But God. Say it louder. But God. Meaning, അർത്ഥം, God is watching all our activities. God is seeing even our calculations and thinkings. എന്നാൽ ദൈവം എന്നവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം, ദൈവം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന സകല കാര്യങ്ങളെയും ദൈവം മുകളിൽ നിന്ന് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. God watches our actions and he reacts. ദൈവം നമ്മുടെ പ്രവൃത്തികളെ നോക്കി അവൻ അതിനെതിരെ പ്രതികരിക്കുന്നു. He said, God said to him, you fool, this very night your life will be demanded from you. Then who will get what you have prepared for yourself? എന്നാൽ ദൈവം അവനോട് പറയുകയാണ്, ഭോഷാ, ഈ രാത്രിയിൽ തന്നെ നിന്റെ ജീവനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ നിനക്കായി ഒരുക്കി വെച്ചത് ആർക്ക് കിട്ടും എന്ന് പറഞ്ഞു. Verse number 21. 21ാമത്തെ വചനം. This is how it will be with anyone, meaning this is not to the rich man, this is to you and me. This is how it will be with anyone who stores up things for himself but is not rich toward God. 21ാമത്തെ വചനം. തനിക്ക് വേണ്ടി തന്നെ വസ്തുവകകൾ സംഭരിച്ചു വെക്കുകയും എന്നാൽ ദൈവസമ്പന്നമായി സമ്പന്നനാകാതിരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും കാര്യം, ഏതൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളും ഞങ്ങളുമാണ്, ഏതൊരു വ്യക്തിയുടെയും കാര്യം ഇങ്ങനെയാകുന്നു. Not only this guy,
ഈ മനുഷ്യന്റെ കാര്യം മാത്രമല്ല, anyone in the world ഈ ലോകത്തിൽ who is ഏതൊരു വ്യക്തിയുടെയും self-focused, ജീവിതത്തിൽ toiling and moiling just for himself or herself, സ്വയം ജീവിതത്തിനു വേണ്ടി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തനിക്കു വേണ്ടി മാത്രം കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും കാര്യം ഇങ്ങനെയാണ്. Now listen to me. ഇനി എന്നെ ശ്രദ്ധിച്ചാലും, this man had all these things. ഈ മനുഷ്യൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മത്തായി 6:33 ഇതൊക്കെയും ഉണ്ട്. Are you there? He has what? ഇതൊക്കെയും. All these things. All these things. ഇതൊക്കെയും ഇപ്പോൾ അവന്റെ കയ്യിൽ സമ്പന്നമായിട്ടുണ്ട്. What about his kingdom? ഇന്നിപ്പോൾ ഇനി അവന്റെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള അവന്റെ കാര്യം എന്താണ്? What about his righteousness? ദൈവനീതിയെ കുറിച്ചുള്ള കാര്യത്തിൽ അവന്റെ നിലപാട് എന്താണ്? If you want to become rich, you should become rich toward God. നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവ സംബന്ധമായ വിഷയത്തിൽ നിങ്ങൾ സമ്പന്നരാകണം. Hallelujah. There are two kinds of riches. രണ്ട് തരത്തിലുള്ള സമ്പന്നതയുണ്ട്. Number one, earthly riches. ഒന്ന് ലോകത്തിലെ സമ്പന്നത. Many people are running after these riches. ഒത്തിരി ആളുകളും ഈ ലോകത്തിന്റെ സമ്പന്നതയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. Of course there is a blessing from the Lord. നിശ്ചയമായിട്ടും ഈ ലോകത്തിലെ സമ്പന്നതയും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമാണ്. അത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. But what about the spiritual riches? എന്നാൽ നമ്മുടെ ആത്മീക സമ്പന്നതയുടെ കാര്യത്തിൽ എന്താണ്? Hello. What about the heavenly riches? സ്വർഗീയ സമ്പന്നതയുടെ കാര്യത്തിൽ എന്താണ്? If you are rich toward God today, ഇന്ന് ദൈവ സംബന്ധമായി നിങ്ങൾ സമ്പന്നരാണെങ്കിൽ, when you die, നിങ്ങൾ മരിച്ചാൽ that riches will follow you. ഈ സമ്പന്നത നിങ്ങളെ അങ്ങുവരെ നിങ്ങളുടെ പുറകെ വരും. You may have 32 houses on earth. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇവിടെ 33 വീടുകൾ ഈ ഭൂമിയിൽ കണ്ടേക്കാം. A huge bank balance. വലിയ ബാങ്ക് ബാലൻസുകൾ ഉണ്ടാകാം. Investments here and there and so much ഷെയറുകൾ, ഇൻവെസ്റ്റ്മെന്റുകൾ എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകാം. But if you are not rich spiritually, when you die, you will have to empty off all the earthly riches here and you will go poor to God. എന്നാൽ ആത്മീകമായ വിഷയത്തിൽ നിങ്ങൾ സമ്പന്നനല്ലാതെ ഇത്തരം കാര്യങ്ങളെല്ലാം സമ്പത്തുണ്ടെങ്കിലും നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ഇതൊക്കെയും നിങ്ങളെ ഒരിക്കലും അനുഗമിക്കുകയില്ല. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളൊരു പാവപ്പെട്ടവനായിട്ടായിരിക്കും ചെല്ലുന്നത്. Hallelujah. Praise the Lord. If you read 1 Corinthians chapter 13 and verse number 13, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം വായിച്ചാൽ you can see the right spiritual riches that can follow you even into the eternity. അങ്ങ് നിത്യത വരെയും നമ്മെ അനുഗമിക്കുന്ന യഥാർത്ഥത്തിലുള്ള നീതിയെക്കുറിച്ച്, ആത്മീക നീതി സമ്പത്തിനെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. Faith, hope, love. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. Everybody say faith, hope, love. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. This side shout faith, hope, love. Increase the volume. Faith, hope, love. Now this side. Faith, hope, love. Together. Faith, hope, love. We should grow in faith. We should grow in hope. We should grow in love. നാം എല്ലാവരും വിശ്വാസത്തിൽ വളരണം, പ്രത്യാശയിൽ വളരണം, സ്നേഹത്തിൽ അതുപോലെ വളരണം. Hallelujah. 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 Then when you die, even if all these things will leave you, these things will never leave you. ഇനി നിങ്ങൾ മരിച്ചാൽ ഇതൊക്കെയും നിങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വന്നാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ അനുഗമിക്കും.
Hallelujah. ഹല്ലേലൂയ. Now, I'm going to read another scripture portion and conclude. ഇനി ഞാൻ അടുത്തൊരു വേദഭാഗം വായിച്ച് ഇത് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Psalm 112. 112ാമത്തെ സങ്കീർത്തനം. We are going to read from verse number 1. ഒന്നാമത്തെ വചനം മുതൽ നാം വായിക്കാൻ പോകുകയാണ്. He is a model prosperous man. ഇവിടെ യഥാർത്ഥത്തിൽ അഭിവൃദ്ധിയിലേക്ക് അഭിവൃദ്ധിപ്പെട്ടിട്ടുള്ള മാതൃകാ പുരുഷനെ കുറിച്ച് ഇവിടെ കാണാം. Hello. How will be a model prosperous man? ഒരു മാതൃക അഭിവൃദ്ധിയിൽ ഉള്ള ഒരു മാതൃകാ പുരുഷൻ എങ്ങനെയായിരിക്കും? The real prosperity is the prosperity of your spirit, soul and body. യഥാർത്ഥത്തിലുള്ള അഭിവൃദ്ധി എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. അത് നിങ്ങളുടെ ആത്മാവിലും ദേഹിയിലും അതുപോലെ നിങ്ങളുടെ ദേഹത്തിലുമുള്ള അഭിവൃദ്ധിയാണ്. Today the Lord is changing, the Holy Spirit is changing your mindset. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിലെ ധാരണകൾ മാറ്റുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. You can forget me, you can forget Sister Shema, but don't forget this message. നിങ്ങൾക്ക് എന്നെ മറക്കാം, അതുപോലെ സിസ്റ്റർ ഷെമയെ മറക്കാം, എന്നാൽ ഈ സന്ദേശത്തെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. As long as you live, you should have this message with you. എത്ര നാൾ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കും അത്രയും നാൾ ഈ സന്ദേശം നിങ്ങളോട് കൂടെ ഉണ്ടാകണം. Hello. But because this message is from the word of God. കാരണം ഈ സന്ദേശം ദൈവവചനത്തിൽ നിന്നുള്ളതാണ്. Say hallelujah. 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 Turn to your neighbor and say, Brother Damien did not write the Bible. അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, ബ്രദർ ഡാമിയൻ ബൈബിൾ എഴുതിയിട്ടില്ല. Brother Damien അല്ല ബൈബിൾ എഴുതിയത്. ബ്രദർ ഡാമിയൻ അല്ല ബൈബിൾ എഴുതിയിട്ടുള്ളത്. So you can receive it. Hello. This is the word of God. ഇത് ദൈവത്തിന്റെ വചനമാണ്. Are you at Psalm 112? 112ാം സങ്കീർത്തനത്തിൽ എത്തിച്ചേർന്നുവോ? If you are there, shout hallelujah. Shall we read? ഒരുമിച്ച് വായിക്കാം. Verse number 1. Praise the Lord. Blessed is the man who fears the Lord, who finds great delight in his commands. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ പ്രമോദിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. You can capture what you want from these verses. ഈ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. There is life and spirit in the word of God according to John 6:63. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 63ാമത്തെ വചനം അനുസരിച്ചിട്ട് വചനത്തിനകത്ത് ജീവനും ആത്മാവുമുണ്ട്. When it is unleashed, just grab it. അത് ഒരിക്കലായിട്ട് അൺലീഷ് ചെയ്താൽ പുറപ്പെടുവിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പിടിച്ചെടുക്കാൻ സാധിക്കും. Hallelujah. If you want to prosper in your life, you should have fear of the Lord in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവത്തോടുള്ള ഭയവും ഉണ്ടായിരിക്കും. Hallelujah. Lift your hands up and pray, Lord, fill me with the fear of the Lord. കൈ ഉയർത്തിയിട്ട് പറയാമോ, ദൈവികമായ ഭയത്താൽ ദൈവ ഭയമുള്ളവരാക്കി എന്നെ മാറ്റണമേ. Say it again. Pray. ദൈവ ഭയമുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. Fill me with the fear of the Lord. ദൈവ ഭയമുള്ള വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. Hallelujah. Now these are the promises. ഇതൊക്കെയാണ് അതിന്റെ ശേഷം വരുന്ന വാഗ്ദാനങ്ങൾ. His children will be mighty in the land. രണ്ടാമത്തെ വചനത്തിൽ പറയുന്ന അവന്റെ മക്കൾ ദേശത്ത് പ്രബലരായിരിക്കും. The generation of the upright will be blessed. പരമാർത്ഥികളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. Can I prophesy something? ഞാൻ നിങ്ങളെ നോക്കി ചിലത് പ്രവചിക്കട്ടെ. I believe I am staying right under the anointing of the Holy Spirit. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് കീഴിൽ ഞാൻ നീതിമാനായി വസിക്കുന്നു. I am speaking to the parents right now. ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളോടുമാണ് ഞാൻ സംസാരിക്കുന്നത്. I am speaking to the fathers and mothers. ഇവിടെയുള്ള ഓരോ അപ്പന്മാരോടും അമ്മമാരോടുമാണ് ഞാൻ സംസാരിക്കുന്നത്. Because you have the fear of the Lord in your hearts. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവ ഭയമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, because you delight in the word of God. ദൈവവചനത്തിൽ നിങ്ങൾ പ്രമോദിക്കുന്ന കൽപ്പനകളിൽ പ്രമോദിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ആയതുകൊണ്ട് your children will be blessed by the Lord. ദൈവത്താൽ നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. Your children will be mighty in this land. ഈ തലമുറയിൽ ഈ ദേശത്ത് നിങ്ങളുടെ മക്കൾ പ്രബലരാണ്.
Shall I prophesy something? ഞാൻ ചിലതുകൂടെ നിങ്ങളോട് പ്രവചിക്കട്ടെ. Because you are a generation who is serving the Lord here. ഇന്ന് ഈ തലമുറയിൽ ദൈവത്തെ സേവിക്കുന്ന ഒരു തലമുറയാണ് നിങ്ങളായതുകൊണ്ട് Your generations, your children is going to become mighty here. ഇവിടെ നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ മക്കൾ ഈ ദേശത്ത് പ്രബലരാകാൻ പോകുകയാണ്. I can see them, the hand of the Lord coming upon your children and placing them in high positions. ദൈവത്തിന്റെ കൈകൾ നിങ്ങൾ നിമിത്തമായി ദൈവത്തിന്റെ കൈകൾ നിങ്ങളുടെ മക്കളുടെ മേൽ വരികയും അവർ ഉയർന്ന തലങ്ങളിൽ ദൈവസ്ഥാനങ്ങളിൽ എത്തപ്പെടുന്നത് ഞാൻ കാണുന്നു. If you believe that, shout hallelujah. വിശ്വസിക്കുന്നവർ ചേർന്നൊരു വലിയ ഹല്ലേലൂയ. Daniels and Josephs will rise up from among you. നിങ്ങളുടെ ഇടയിൽ നിന്ന് ദാനിയേലുമാരും ജോസഫുമാരും എഴുന്നേൽക്കാൻ പോകുകയാണ്. They are going to govern the land. അവർ ഈ ദേശത്തെ ഭരിക്കാൻ പോകുകയാണ്. Hallelujah. They will have the spirit of the Lord upon them. അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവുള്ളവരായി അവർ They will have the wisdom of the Lord upon them. ദൈവത്തിന്റെ പ്രത്യേകമായ ജ്ഞാനം അവരുടെ മേലുണ്ട്. Do you believe that? വിശ്വസിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ. Do you receive this promise from the Lord? വിശ്വസിച്ച് വാഗ്ദാനങ്ങൾ ഏറ്റെടുക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ. Give the Lord another clap offering. ആമേൻ. കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. Hallelujah. Now verse number 3. മൂന്നാമത്തെ വചനം 112 സങ്കീർത്തനം. Focus here. Verse number 3. മൂന്നാമത്തെ വചനം വായിച്ചാലും ബൈബിൾ തുറന്ന് വായിച്ചാലും. And riches are in his house and his righteousness endures forever. ഐശ്വര്യവും സമ്പത്തും അവന്റെ ഭവനത്തിലുണ്ട്, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. Hallelujah. Hallelujah. When you fear the Lord, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുമ്പോൾ, when you have the spirit of God, ദൈവത്തിന്റെ ആത്മാവുള്ളവരായി നിങ്ങൾ when you have the word of God in your life, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനവുമായി നിങ്ങൾ ജീവിക്കുമ്പോൾ all these things will come into your homes. ഇതൊക്കെയും ഈ നന്മകളൊക്കെയും നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരും. You don't need to pray for them. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലുമില്ല. You don't need to pray for a job. നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പോലും Job will come to ആവശ്യമില്ല. you. ജോലി നിങ്ങളെ തേടി നിങ്ങളുടെ വീട്ടിൽ വരും. I still remember many years back. ഞാൻ ഇപ്പോഴും ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം ഓർക്കുന്നു. I was in the need of a job. എനിക്കൊരു ജോലിയുടെ ആവശ്യമുണ്ടായ സമയത്ത്, I was a young man. ആ സമയത്ത് ഞാൻ ഒരു ചെറുപ്പക്കാരനായിരുന്നു. I was in need of a job. എനിക്ക് അന്നൊരു ജോലിയുടെ ആവശ്യമുണ്ടായിരുന്നു. Do you know what I did? ഞാൻ ചെയ്തത് എന്തെന്ന് നിങ്ങൾക്കറിയാമോ? Early in the morning I woke up. അതിരാവിലെ ഞാൻ എഴുന്നേറ്റു. I took my Bible. എന്റെ ബൈബിൾ ഞാൻ എടുത്തു. And I started to sit in the presence of the Lord. ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ഇരുന്നു. Reading the Bible, enjoying His presence. ദൈവവചനം വായിച്ച് ദൈവ സാന്നിധ്യത്തിൽ ഞാൻ സന്തോഷിച്ചു. And a bike came to my home. പെട്ടെന്ന് ഒരു ബൈക്ക് എന്റെ വീടിന്റെ മുൻപിൽ വന്നു നിന്നു. And one young man came to my room. എന്റെ റൂമിനകത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ നടന്നു വന്നു. And he sat on the same bed. എന്നിട്ട് ആ അതേ ബെഡിൽ, ഞാൻ ഇരിക്കുന്നു പ്രാർത്ഥിക്കുന്ന അതേ ബെഡിൽ അയാൾ വന്നിരുന്നു. And he said, "Come with me, there is a vacancy there." എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ വാ, അവിടെ ഒരു ജോലിക്ക് ഒഴിവുണ്ട്. I had no money with me. എന്റെ കയ്യിൽ യാതൊരു പണവുമില്ല. He himself took me അദ്ദേഹം തന്നെ എന്നെ കൊണ്ടുപോയി to that firm. ആ ഫേമിലേക്ക് എന്നെ കൊണ്ടുപോയി. And the manager interviewed me. ആ മാനേജർ എന്നെ ഇന്റർവ്യൂ നടത്തി. Even without an application, I was appointed. അന്നൊരു ആപ്ലിക്കേഷൻ, ഒരു അപേക്ഷ പോലും ഇല്ലാതെ അന്ന് തന്നെ എനിക്ക് ജോലി ലഭിച്ചു. I was sitting in my home, ഞാൻ എന്റെ വീട്ടിലിരിക്കുകയായിരുന്നു, enjoying my daddy's presence. എന്റെ ഡാഡിയുമായിട്ടുള്ള ദൈവിക സന്ദേശത്തിൽ സാന്നിധ്യത്തിൽ ഞാൻ സന്തോഷിച്ചിരുന്നു. This is what I speak to all young people here. ഇവിടെയുള്ള ഓരോ ചെറുപ്പക്കാരോടും എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. If you seek His kingdom and His righteousness, all these things shall be added to your life. നിങ്ങൾ ദൈവരാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ചേർന്ന് വരും. Amen. I never had a job hunt. എനിക്കൊരിക്കലും ഒരു തൊഴിൽ വേട്ടയ്ക്ക് നടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. Always job was coming after me. എല്ലായ്പ്പോഴും എന്റെ പുറകെ ജോലി അവസരങ്ങൾ വന്നിട്ടേ ഉള്ളൂ. Because I was going after God. കാരണം ഞാൻ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ പുറകെ പോയി. Psalm 23 verse number 6 says, "Goodness and mercy." No. Surely
goodness and mercy shall follow you all the days of your life. സങ്കീർത്തനം 23:6 പറയുകയാണ്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. Hallelujah. Hallelujah. Somebody say hallelujah. കൈകൾ വീശി hallelujah. Give the Lord another clap offering. കൈകൾ അടിച്ച് hallelujah. 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 Verse number 4. Even in darkness, light dawns for the upright, for the gracious and compassionate and righteous man. 112-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വചനം, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കും, കരുണയും കൃപയും നീതിയും ഉള്ളവർക്ക് തന്നെ. Read it again. നേരുള്ളവർക്ക്, listen to this. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കും, കരുണയും കൃപയും നീതിയും ഉള്ളവർക്ക് തന്നെ. Hallelujah. Praise the Lord. Even in darkness, light dawns for the upright. ഇരുട്ടിൽ പോലും നേരുള്ളവർക്ക് വെളിച്ചം ഉദിക്കും. Verse number 5. Good will come to him who is generous and lends freely, who conducts his affairs with justice. 5-ാമത്തെ വചനം, ഔദാര്യത്തോടെ വായ്പ കൊടുക്കുകയും നീതിയോടെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവന് നന്മയുണ്ടാകും. Hallelujah. Goodness will come to your life. നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. The rich man in the parable of Jesus, he was selfish and self-focused. യേശു കർത്താവ് പറഞ്ഞ ആ ഉപമയിലെ മനുഷ്യൻ സ്വയം സ്നേഹിയും സ്വയത്തിന്റെ പുറകെ പോകുന്ന വ്യക്തിയുമായിരുന്നു. Do you know one secret? നിങ്ങൾക്കൊരു രഹസ്യം അറിയാമോ? None of us are created to live for ourselves. നാം ആരും തന്നെ നമുക്ക് വേണ്ടി സ്വയം ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. We should live for others. നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ്. Hello. Hello. Can you take a decision tonight? ഇന്ന് രാത്രി നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാമോ? I am putting all my selfishness in a box. I am locking it and I am throwing away. ഞാൻ എൻ്റെ എല്ലാ സ്വയം സ്നേഹത്തെയും ഇന്ന് ഞാനൊരു ബോക്സിനകത്താക്കി അതിനെ പൂട്ടി താക്കോലിട്ട് ഞാൻ അതിനെ കടലിലേക്ക് വലിച്ചെറിയാൻ പോകുകയാണ്. Hallelujah. Hallelujah. When you take that decision, the Lord will come to you. Goodness will come to you. സ്വയം സ്നേഹത്തെ ത്യജിക്കാനുള്ള ഒരു തീരുമാനം ഇന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും ആ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ചെയ്യും. Next verse, surely he will never be shaken. The righteous man will be remembered forever. 6-ാമത്തെ വചനം പറയുകയാണ്, അവൻ ഒരിക്കലും കുലുങ്ങുകയില്ല, നീതിമാന്റെ ഓർമ്മ നിത്യവും നിലനിൽക്കും. Hallelujah. Hallelujah. He will never be shaken. അവൻ ഒരിക്കലും കുലുങ്ങി പോകയില്ല. Meaning you will be established by God. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടവനായി നിങ്ങൾ മാറും. Somebody say hallelujah. Hallelujah. You will be such a courageous person. നിങ്ങൾ അതുപോലെ ധൈര്യവാനായ ഒരു You will be വ്യക്തിയായിരിക്കും. very strong in the Lord. കർത്താവിൽ വളരെ ധൈര്യമുള്ള വ്യക്തിയായിരിക്കും. Say amen to that. ആമേൻ. Hallelujah. Hallelujah. Now, the next verse number 7, he will have no fear of bad news. His heart is steadfast, trusting in the Lord. 7-ാമത്തെ വചനം, ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല. Yes. അവന്റെ ഹൃദയം സ്ഥിരവും യഹോവയിൽ ആശ്രയമുള്ളതുമായിരിക്കും. His heart is secure. He will have no fear. In the end, he will look in triumph on his foes. 8-ാമത്തെ വചനം, അവന്റെ ഹൃദയം ദൃഢവും നിർഭയവുമായിരിക്കും. ഒടുവിൽ ശത്രുക്കളുടെ പരാജയം അവൻ കാണും. He has scattered abroad his gifts to the poor. His righteousness endures forever. Amen. His horn will be lifted high in honor. 9-ാമത്തെ വചനം, അവൻ ദരിദ്രർക്ക് ഔദാര്യമായി നൽകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. അവന്റെ കൊമ്പ് അഭിമാനത്തോടെ ഉയർന്നു നിൽക്കും. The Bible says you will be at the
top and not at the bottom. ബൈബിൾ പറയുന്നു, നീ എല്ലായ്പ്പോഴും മുകളിലായിരിക്കും, ഒരിക്കലും താഴെയായിരിക്കുകയില്ല. You will be the head and not the tail. നീ ഒരിക്കലും വാലാകയില്ല, തലയായിരിക്കും. If you are a child of God, നിങ്ങൾ ഒരു ദൈവ പൈതലാണ്. your calling is to be at the top position, not at the bottom position. ദൈവത്തിന്റെ വിളി എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ഉയർന്ന വിളിയാണ്, മുകളിലാണ്, ഒരിക്കലും താഴ്ന്ന നിലവാരത്തിലുള്ളതല്ല. You are not serving a God in the nether world, you are serving a God in the heavenly places. നിങ്ങൾ സേവിക്കുന്ന ദൈവം പാതാളത്തിൽ വസിക്കുന്ന ഒരു ദൈവമല്ല, താഴ്മയിൽ നിൽക്കുന്ന ഒരു ദൈവമല്ല, താഴ്ചയ്ക്കകത്ത് നിൽക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് സ്വർഗ രാജ്യങ്ങളിൽ വസിക്കുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത്. I lift up my eyes to the hills. അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. From where my help come from? എൻ്റെ സഹായം എവിടെ നിന്ന് വരും? My help is coming from the Lord who created the heavens and the earth. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച യഹോവയിൽ നിന്ന് വരുന്നു. Hallelujah. Hallelujah. He has decided one thing in his heart. ഇന്ന് രാത്രിയിൽ അവൻ തന്റെ ഹൃദയത്തിൽ ഒരു കാര്യം നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ട്. Because you have the fear of the Lord in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവ ഭയമുള്ളവരായി നിങ്ങൾ Because the മാറിയിരിക്കുന്നതുകൊണ്ട്, Spirit of the Lord is resting on you. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് നിമിത്തം കൊണ്ട്, Because the word of God is in your heart. ദൈവ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് നിമിത്തം, The heavenly Father has decided to prosper you in the spirit, in the soul and in the body. സ്വർഗത്തിലെ പിതാവ് നിങ്ങളെ ആത്മാവിന്റെ വിഷയത്തിലും ദേഹിയുടെ വിഷയത്തിലും നിങ്ങളുടെ ദേഹത്തിന്റെ വിഷയത്തിലും അഭിവൃദ്ധിയിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. The prosperity of the whole man is for you. ഒരു മനുഷ്യന്റെ സമ്പൂർണമായ അഭിവൃദ്ധിയും നിങ്ങൾക്ക് നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു. Do you want to receive that നിങ്ങൾ tonight? അത് സ്വീകരിക്കാൻ തയ്യാറാണോ? Lift up your hands. നിങ്ങളുടെ കൈകൾ ഉയർത്തി കാണിച്ചാലോ? Pray that prayer. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലോ? Lord, I want to prosper in every area of my എല്ലാ life. തലത്തിലും ദൈവമേ ഞാൻ അഭിവൃദ്ധിപ്പെടാൻ ആഗ്രഹിക്കുന്നു. Lift your voices right now. കൈകൾ ഉയർത്തിയിട്ട് വിളിക്കാമോ? യേശുവേ. Everybody. എല്ലാ തലത്തിലും അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Yes, Father. നന്ദി പിതാവേ. Yes, Father. അതെ പിതാവേ. Hallelujah. Hallelujah. Everybody lift your voices.